ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായ തന്റെ 6ാം ബജറ്റ് 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെയുള്ള ബജറ്റ് പ്രസംഗം നടത്തിയത്. 58 മിനിറ്റ് നീണ്ടുനിന്ന ബജറ്റിൽ ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല. അതേസമയം ആഭ്യന്തരമായ കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി 30% നിന്ന് 22% കുറയ്ക്കും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ആനുകൂല്യങ്ങൾ ആ വഴിയിൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പ്രത്യക്ഷ വിദേശ നിക്ഷേപങ്ങളുടെ അളവിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ വീണ്ടും കൂടും എന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കർഷകർക്കായി PM ജൻ മൻ യോജന, ട്രൈബൽ വിഭാഗങ്ങൾക്കായി PM വിശ്വകർമ്മ യോജനയുടെ പ്രയോജനങ്ങൾ വീണ്ടും ആ വിഭാഗങ്ങളിലേക്ക് എത്തിക്കും. ദിവ്യാംഗർക്കുള്ള പ്രയോജനങ്ങൾ അത് തുടരും. PM കിസാൻ സമ്മാൻ നിധിയിൽ 11.8 കോടി കർഷകർക്കാണ് ഇപ്പോൾ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ആ പ്രയോജനം ലഭിക്കുന്നത് തുടരും. അതുപോലെ തന്നെ ക്രോപ്പ് ഇൻഷുറൻസ്, PM ഫസൽ യോജനയുടെ ഭാഗമായി നൽകുന്ന ക്രോപ്പ് ഇൻഷുറൻസ്, ഇതെല്ലാം സർക്കാരിൻ്റെ നേട്ടങ്ങളായി പറയുമ്പോഴും കാർഷിക മേഖലയിൽ കൃത്യമായ പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ ന്യൂ ഇക്കണോമിക് പോളിസി 2020 അതിൻ്റെ തുടർച്ച, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സ്കൂളുകൾ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നില്ല. രാധാകൃഷ്ണൻ തുടരുകയാണ്. ആർക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മളുടെ ചെലവ്, അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ ചെലവ് കൂടുമ്പോഴും അല്ലെങ്കിൽ മൂലധന ചെലവ് കൂട്ടി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് 2% താഴെയായി നിൽക്കുന്നു എന്നത് ഈ അടുത്തിടെ വന്ന റിപ്പോർട്ടുകളിൽ വരെയുണ്ട്. അപ്പോൾ ഈ ഒരു ബജറ്റിലാണെങ്കിൽ പോലും നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ നോക്കുമ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസി, പുത്തൻ വിദ്യാഭ്യാസ നയം 2020 ഊന്നിയുള്ള പരിഷ്കാരങ്ങൾ, പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, അതുപോലെ 1.4 കോടി യുവാക്കൾക്ക് ബെനിഫിറ്റ്സ് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനുപരി പിന്നെ ഇത്ര IIT-കൾ, ഇത്ര യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രഖ്യാപനത്തിൽ ഉപരിയായി വലിയ പ്രഖ്യാപനങ്ങളൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ക്രിസ്റ്റീന, ഇതില് സർക്കാർ അവകാശപ്പെടുന്നത് ഈ വനിതകളുമായി ബന്ധപ്പെട്ടും അഥവാ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടും ഉള്ള വലിയ സാമൂഹിക വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. 10 വർഷത്തിനിടെ ധനമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്: 10 വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളുടെ പ്രവേശനം 28% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ ഈ അവകാശവാദം അത് വസ്തുതാപരമാണെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, അഥവാ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി അത് അല്ലെങ്കിൽ സാധിച്ചു രാജ്യത്ത് എന്ന് പറയേണ്ടി വരും. ഒപ്പം ഈ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു എന്നത് ഒരു അവകാശവാദവും ഈ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പങ്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം ഈ വനിതാ സംരംഭകരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 30 കോടി മുദ്രാ ലോണുകൾ നൽകി എന്നതാണ് ധനമന്ത്രിയുടെ അവകാശവാദമായിട്ട് ഉള്ളത്. അത് നമുക്ക് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീ ശക്തിയുമായി ബന്ധപ്പെട്ടുള്ള വനിതാ ശാക്തീകരണത്തിന് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന വാഗ്ദാനം എന്ന അവകാശവാദം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒപ്പം മുത്തലാഖ് നിരോധിച്ചതും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം നടത്തിയതും നേട്ടമായി എന്നാണ് പറഞ്ഞത്. ഒപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഗ്രാമീണ മേഖലയിൽ അനുവദിച്ച വീടുകളുടെ 70% വനിതകളാണ് എന്ന അവകാശവാദവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. അതായത് ഈ അടിസ്ഥാനമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു ജെൻഡർ ബഡ്ജറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു വനിതാ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാനും നേരത്തെ നടത്തിയിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കാനും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. വനിതകളുടെ ക്ഷേമത്തിന് രാജ്യത്ത്